വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ധ്യാനങ്ങളുടെ തിരക്കുകളാന്നൊക്കെ എനിക്കറിയാം. ഞാൻ കേൾക്കാറുണ്ട് പലയിടത്തും ഇങ്ങനെ അച്ഛൻ ധ്യാനിപ്പിക്കുന്ന ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട്. ശരിയല്ലേ? നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ധ്യാനം കൂടാൻ വരുന്നതിനേക്കാൾ ആളുകൾ ഇപ്പോൾ കൂടുതലുണ്ടോ? ഈ കോവിഡിന് ശേഷം ഇടവധ്യാനങ്ങളിൽ ഭാഗഭാഗത്വം കൂടുതലാണ്. ഇതൊന്ന് വലിയ കൺവെൻഷനോ കാര്യങ്ങളിലോ ചിലപ്പം ആൾക്കൂട്ടത്തിൻ്റെ ചിലപ്പോൾ ഒരു ഭയം കൊണ്ടൊക്കെ അല്പം കുറവ് വരാം. പക്ഷേ പാരീഷ് ധ്യാനങ്ങളിൽ വളരെ സജീവമാണ്. അച്ഛന്മാരും എല്ലാവരും ഇന്ന് പള്ളിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് ഉണർത്താൻ വേണ്ടി അവരുടെ അധ്വാനമുണ്ട്. അതിൻ്റെ ഫലം കൂടിയായിട്ട് ധ്യാനം നല്ല ആളാണ്. അപ്പോൾ നമ്മൾ ഓർക്കും ഈ കാലഘട്ടം മഹാമോശമാണ്, ആരും ദൈവത്തിലേക്ക് തിരിയുന്നില്ല, അതൊക്കെ തെറ്റല്ലേ? ശരിക്കും ഇപ്പോഴും വളരെ പോസിറ്റീവായിട്ട് അല്ലേ? എക്കാലത്തും കൊണ്ട് നമ്മളെ ഈ ദൈവത്തിലേക്ക് തിരിയുന്നവരും തിരിയാത്തവരും എല്ലാ കാലത്തും ഉണ്ട്. ഇന്ന് പിന്നെ ചുമ്മാ കൂട്ടുമായിട്ടാൽ പോലും വാട്സപ്പിൽ ഇടുന്നതുകൊണ്ട് വലിയ വാർത്ത പോലെ അതൊരു കാര്യമില്ല. പള്ളിയെയും ദൈവത്തെയും സ്നേഹിക്കുന്നവർ ഇന്നും അങ്ങനെ സ്നേഹിക്കുന്നു. എല്ലാ കാലത്തും പള്ളിയെയും പട്ടക്കാരെയും കൂതാശികളും തെറി പറഞ്ഞവരും ഇന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ കൂടുതൽ അത് പബ്ലിസിറ്റി കൊടുക്കും. നമ്മുടെ വലിയ പ്രശ്നം നല്ലവർ നിശബ്ദരാണ്. ഇവരും മൂന്നാമതൊരു തെമ്മാടികളാണ്. ചുമ്മാ അതൊക്കെ ചുമ്മാ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മനുഷ്യന് ഒരു മാറ്റവും ഇല്ല. കാലങ്ങളുടെ മാറ്റങ്ങളും ഉള്ളിൽ കണ്ടെങ്കിൽ പോലും നമ്മുടെയൊക്കെ അനുഭവത്തിൽ പഴയതിനേക്കാൾ ദീക്ഷണമായിട്ട് സഹകരിക്കുന്ന ജനത്തെ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ ഞാനൊരു ബൈബിളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കറിയാം ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തിയാണ്. ഉൽപ്പത്തിയിലാണല്ലോ ആദ്യത്തെ കുടുംബവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉൽപ്പത്തിയിൽ കാണുന്ന ഒരു കുടുംബ ദർശനം, ഒരു ഫാമിലി വിഷൻ, എങ്ങനെയാണ് ദൈവം ഇടപെട്ടത് കാര്യങ്ങളൊക്കെ തുടക്കം തൊട്ടേ നമുക്കങ്ങ് തുടങ്ങുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാത്തിൻ്റെയും ആരംഭം ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ലോകത്തിൻ്റെ ആരംഭം, മനുഷ്യൻ്റെ ആരംഭം, പാപത്തിൻ്റെ ആരംഭം, വീണ്ടെടുപ്പിൻ്റെ ആരംഭം, എല്ലാത്തിൻ്റെയും ആരംഭം ആയതുകൊണ്ട് തന്നെ ഉൽപ്പത്തി. അവിടെ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്, അവിടെ വരുന്നത്. അവിടെ കുടുംബത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുമ്പം നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന ഒരുപിടി വചനങ്ങളും വ്യാഖ്യാനങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് കാണുന്ന ഒരു ചിന്ത ഈ മനുഷ്യനെ അന്വേഷിക്കുന്ന ഒരു ദൈവമാണ്. അന്വേഷിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ ചോദ്യമാണ് ആദം നീ എവിടെ എന്നും പറഞ്ഞാണ്. അപ്പോൾ ഈ മനുഷ്യനെ അന്വേഷിക്കുന്ന ദൈവം ആ മനുഷ്യന് വേണ്ടി ഒരാളെയും കൂടെ കൊടുത്തു മനുഷ്യബന്ധങ്ങൾ. അതാണ് ഭർത്താവ് ഭാര്യ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചേർന്ന ഇണ എന്നാണ് പറയുക. പക്ഷേ ഹീബ്രു മൂലപദത്തിൽ അതിൻ്റെ വാക്ക് ചേർന്ന സഹായി എന്നാണ്. ഇണ പിന്നീട് ഭാഷാന്തരങ്ങളിൽ വന്ന ഒരു വ്യാഖ്യാനമാണ്, ചേർന്ന സഹായി. അപ്പം ദൈവം ലോകത്തിൽ കുടുംബം ആരംഭിച്ച് തന്നെ രണ്ടുപേരെ ചേർന്ന സഹായി ആയിട്ടാണ്. പുരുഷന് അവൻ്റെ വളർച്ചയ്ക്ക് ഒരു പെണ്ണ് വേണം, ഒരു സ്ത്രീക്ക് അവളുടെ വളർച്ചയ്ക്ക് ഒരു പുരുഷനും വേണം. പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലെങ്കിൽ അവൻ പൂർണ്ണനാവില്ല, അവൾ പൂർണ്ണയാവില്ല. അപ്പോൾ പൂർണ്ണയാകാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ. അപ്പം മനുഷ്യർ സ്വാഭാവികമായൊരു ചോദ്യം നിങ്ങളോടൊക്കെ ചോദിക്കില്ലേ വെച്ചാ, അപ്പോൾ നിങ്ങളൊക്കെ അപൂർണരാണോ? ഈ സന്യാസ വൈദ്യര് അപ്പം അതിൻ്റെ വ്യാഖ്യാനം വേറെയാണ്. ഒന്ന് ജീവൻ കൊടുത്തുള്ള പൂർണ്ണത, ഒന്ന് ഒരു പങ്കാളിയായിട്ട്. സന്യാസികൾ എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുത്തുള്ള പൂർണ്ണതയാണ്. ഇപ്പം നമുക്ക് ഒരു പുരുഷനും സ്ത്രീക്കും 5 മക്കൾ ഉണ്ടെങ്കിൽ ധ്യാനിപ്പിക്കുന്ന എനിക്ക് 5 ലക്ഷം മക്കളുണ്ട്. അതാണ് വ്യത്യാസം എന്ന് പറയുക. നിങ്ങൾക്ക് എപ്പോഴും ഭർത്താവും ഭാര്യയും ചേർന്നിരിക്കുമെങ്കിൽ നമുക്ക് ലോകത്തിൽ ഏത് കുടുംബത്തോടും ചേർന്നിരിക്കാം, ഏത് വീട്ടിലും സ്വാഗതം, എവിടെയും ചേർന്നിരിക്കാം. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണൊരു സഹായി വേണം. ദാമ്പത്യത്തിൽ അങ്ങനെ സഹായി, നമുക്ക് ഫ്രണ്ട്സിൻ്റെ മറ്റ് സഹായിയായിട്ട്. അപ്പോൾ ദൈവം അങ്ങനെ ചേർത്ത് വെച്ചു. അങ്ങനെ ചേർത്ത് വെച്ച ദൈവം ആ മനുഷ്യനെ പേര് ചൊല്ലി വിളിക്കുകയാണ്, ആദം നീ എവിടെ എന്നാണ്. ഇപ്പം നമ്മൾ കാണുന്നത് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുക. കുടുംബത്തിലെ പേര് ചൊല്ലി വിളിക്കുന്നു. ഇപ്പം ദൈവം നമ്മളെ ഓരോരുത്തരും പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് ഒരു പുരുഷൻ ജീവിതത്തിൽ കടന്നു വരുന്നത് ആകസ്മികതയല്ല. ദൈവം പേര് ചൊല്ലി വിളിച്ചതാ. മാത്യു നിനക്കായി ഒരു മറിയക്കുട്ടി നിനക്കായി ഒരു മാത്യു പേര് ചൊല്ലി വിളിക്കും. അപ്പം ദൈവം ഒരാളെ തന്നത് എന്തോ ഒരു നാടകം പോലെ വലിഞ്ഞേറി വന്നതല്ല. ചില പെണ്ണുങ്ങൾ പറയും ഞാൻ ഇവിടെ കെട്ടിക്കയറി വന്ന കാലം മുതൽ കെട്ടിക്കയറി വന്നതല്ല,
നേരെ വന്നാൽ ഞാൻ പലപ്പോഴും പറയാറ് അല്ലേ, ആക്സിഡൻ്റലൊന്നും അല്ല. അല്ല, ഇതിനകത്തുണ്ട്. കൃത്യമായി പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. പിന്നെ സ്വഭാവ പ്രത്യേകതകളിൽ പൊരുത്തപ്പെടാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ വരാം ചില എക്സെപ്ഷണൽ കേസുകളിൽ. പക്ഷെ പൊതുവിൽ ദൈവം വ്യക്തമായൊരു പ്ലാനോടും പദ്ധതിയോടും കൂടിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചതും പുരുഷനെ സൃഷ്ടിച്ചതും. അവർ ഒന്നിച്ച് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് അവർ ഒരുമിച്ചപ്പോൾ ദൈവം ഉലാത്തി. സന്ധ്യകളിൽ ഇവർ ഒരുമിച്ച് ഉലാത്തുമ്പോൾ ദൈവം ഉലാത്തും. അവർ പിണങ്ങുമ്പോൾ ദൈവം ഉലാത്തതല്ല. ഭർത്താവും ഭാര്യയും നന്നായിട്ട് സ്നേഹിച്ച് പോയാൽ കൂടെ ദൈവം നടക്കും. അവരില്ലെങ്കിൽ ദൈവവും കൂടെ നടക്കുകയല്ല. പിന്നെ കൈവിട്ട കളിയാവും ജീവിതത്തിൽ. ഉൽപ്പത്തി നമ്മൾ കാണുന്നു പേര് വിളിക്കുന്ന, കൂടെ നടക്കുന്ന, ചേർക്കുന്ന ഒരു ദൈവത്തെയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഓർക്കണം, എനിക്ക് എന്നാൽ ഇഷ്ടക്കേട് വന്നാലും എൻ്റെ ദൈവമേ തമ്പുരാൻ പേര് ചൊല്ലി വിളിച്ച് എനിക്ക് ഇവളെ തന്നതല്ലേ, എനിക്ക് ഇവനെ തന്നതല്ലേ. ആ ഒരു ചിന്ത വിശ്വാസിയെ സംബന്ധിച്ച് കറക്റ്റ് ചെയ്യും, തിരുത്തും, ഒരു വഴികളെ തിരുത്തും. ഈ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് എനിക്ക് പലരും നമ്മൾ അത്രയും ഡെപ്തിലൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്. ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടെങ്കിൽ ഒരാളെ പേര് ചൊല്ലി വിളിക്കുന്നതും ആ മോനെ നീ പറഞ്ഞേ, അല്ല ഇന്നയാളെ മോളെ നീ എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്ര സ്പെസിഫിക്കാണെന്നറിയോ. ഒരാളുടെ പേര് കൃത്യമായി പറഞ്ഞിട്ട് നീ ഉത്തരം പറയൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ. അപ്പോൾ അത് വളരെ നമ്മളെ വളരെ പേഴ്സണലായിട്ട് കെയർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാനല്ലേ ഈ പേര് കറക്റ്റായിട്ട് വിളിക്കുക എന്നുള്ളത് ഒരു സൂചന. പേര് വിളിക്കുമ്പം 2 കാര്യമുണ്ട്, അറിവും അധികാരവും. ഈ വ്യക്തിയെ എനിക്ക് അറിയാം, എനിക്ക് ആളൊരു അധികാരമുണ്ട്. ടോണി നീ ചെയ്യൽ, ഒരു അധികാരത്തിൽ പറയാൻ പറ്റും. അതേസമയത്ത് ടോണി പേര് വിളിക്കുമ്പം ആളെക്കുറിച്ച് അറിയുകയും ചെയ്യാം. അപ്പം പരസ്പര അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ഭർത്താവിന് മാത്രമല്ല, ഭർത്താവിൻ്റെ മേൽ ഭാര്യയ്ക്ക് അധികാരം, ഭാര്യയുടെ മേൽ ഭർത്താവിന് അധികാരം. ഇപ്പം ദൈവം പറയുന്നു ഞാൻ നിന്നെ അറിഞ്ഞു. അതാണ് ജെറമിയ 1:5. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചതാണെന്ന് പറയുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഇവർ പാപം ചെയ്ത് പോയെങ്കിലും, തിന്മ ചെയ്ത് ദൈവത്തിൽ നകന്നാലും അതിനകത്തും അവരെ കെയർ ചെയ്യുകയും നന്മയിലേക്ക് നയിക്കുകയും അതിനുള്ള കാര്യങ്ങൾ പറയുകയും വീണ്ടും അവരെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ കൂടെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ കാണുന്ന അവിടുത്തെ ഒരു വലിയ കാഴ്ചപ്പാട്, ലോകത്ത് മുഴുവൻ തിന്മ പടർന്നപ്പോഴും ആ തിന്മയുടെ കൂടാരത്തിൽ ദൈവം നന്മ കണ്ടെത്തി. ഒരു നോഹ എല്ലാം പ്രളയം കൂടി നശിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അതിനകത്തൊരു നന്മ കണ്ടെത്തി നോഹ. ഇത് ദാമ്പത്യത്തിലും ആവശ്യമാണ്. അപ്പം ജീവിതത്തിൽ എന്തെല്ലാം കുറവ് സ്വന്തം ഭാര്യയിലുണ്ടെങ്കിലും അവളിലുള്ളൊരു നന്മ, ആ നന്മ കാണും. എന്തെല്ലാം കുറവ് ഭർത്താവിനുണ്ടെങ്കിലും അവനുള്ള നന്മ ഭാര്യ കണ്ടെത്തണം. എന്തെല്ലാം കുഴപ്പങ്ങൾ മക്കളിലുണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങളിലെ ഒരു നന്മ അപ്പനമ്മമാർ കണ്ടെത്തണം. അപ്പോൾ നോഹയുടെ പെട്ടകം പോലെ നമ്മുടെ കുടുംബം മാറും. തിന്മയുടെ കൂടാരത്തിൽ നന്മ കാണുന്ന ഒന്നായിട്ട് മാറും. ഉയർപ്പ് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കല്ലറയിൽ മഗ്ദലക്കാരും മറിയം ചെന്നു, യോഹന്നാനും പത്രോസും ചെന്നു, എല്ലാം ചെന്നു. ചെന്നപ്പോൾ മാലാഖ പറഞ്ഞ വാക്കുകൾ, അവനിവിടെയില്ല, അവൻ ഗലീലിയിലേക്ക് പോയിരിക്കും. ഇനി അവനെ കാണേണ്ടത് ഗലീലിയിലാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഉഴപ്പനായ മനുഷ്യനാണ്. പക്ഷേ എപ്പോഴും മുറിക്കാതെ ചുമ്മാ അങ്ങനെ ഇരിക്കുക, പരാതി പറയാനുള്ളൂ. പക്ഷേ മുറിക്കക വന്ന ഗലീലിയിൽ അവനെ ഞാൻ കാണും. എൻ്റെ ഭാര്യ എപ്പോഴും അരിശപ്പെട്ട് ഒരത്തിയും പിടിച്ചും ആ പണി അടുക്കളയിൽ നടക്കുക. അടുക്കളയുടെ ഗലീലിയിൽ കുറ്റം പറയാതെ അവനെ കാണും. ആശുപത്രിയുടെ കട്ടിലുണ്ട്, രോഗി കിടക്കും. ആ രോഗി ആശുപത്രി കിടക്കുന്ന ഗലീലി കിടക്കുക കാണും. ഇത് നമുക്കും ആവശ്യമാണ്. ഒന്നും ശരിയല്ല, ഇഞ്ചക്ഷനും മരുന്നും ദുർഗന്ധമുള്ള ആശുപത്രിയിലും ഒരു സൗഖ്യത്തിൻ്റെ നന്മ കാണും. ക്ലാസ്സിൽ അലമ്പ് പിള്ളേരാ എൻ്റെ മക്കൾ, എങ്കിലും നാളെ വരാൻ സാധ്യതയുള്ള നന്മ അവരിൽ കാണുന്നു. എനിക്കിഷ്ടപ്പെടാത്ത ക്യാരക്ടറുള്ള കെട്ടിയവനാണ്, പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തലങ്ങൾ ഞാൻ കണ്ടെത്തണം. എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഭാര്യയാണ്, പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തലം ഞാൻ കണ്ടെത്തണം. അപ്പോൾ ജീവിതത്തിൻ്റെ ഗലീലി, തിന്മയുടെ കൂടാരത്തിൽ നന്മ കാണുക. ഞാൻ ഓർക്കുമായിരുന്നു, സാധാരണ നമ്മൾ പറയല്ലേ കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ലെന്ന്. ഈ ഗലീലിയൊക്കെ മനുഷ്യൻ ഇന്ന് പലപ്പോഴും കണ്ടെത്തുന്നത് അവർ ഒന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് മിസ്സായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ, നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ്
കൂടെയുള്ളവരുടെ വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് എപ്പോഴും നോക്കാൻ മതി, നമുക്ക് ചുമ്മാ ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ തോന്നും, അത് പറയരുത്. ഇപ്പം ഒരു നന്മ പറയണം. എൻ്റെ ഭാര്യ ഒരുപക്ഷെ നഗളിയായിരിക്കും, പൊങ്ങച്ചക്കാരിയായിരിക്കും, എന്നാ ഉണ്ടെങ്കിലും അവൾ വിശ്വസ്തയായ ഒരു ഭാര്യയായിരിക്കും. അത് കണ്ടാൽ മതി. ആ നഗളവും പൊങ്ങച്ചമൊക്കെ പോട്ടെ, വിശ്വസ്തത. ഭർത്താവ് കഴുകുടിയനും തെറി പറയുന്നവനും ക്ഷിപ്രകോപിയാണ്, പക്ഷെ വേറൊരു പെണ്ണിനെ നോക്കുപോലുമില്ല, എൻ്റെ ഭാര്യ മാത്രം. ആ ഒരു സ്വഭാവത്തെ നമ്മൾ കാണണം. ഈ കുറ്റങ്ങൾ 100 പറയുന്നതൊക്കെ ഭേദം ഒരു നല്ല പുണ്യം കണ്ടിട്ട് അത് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതാണ് തിന്മയുടെ കൂടാരത്തിൽ നന്മ കാണുക. അങ്ങനെ വന്നാൽ ഒരുപാട് കുടുംബങ്ങൾ ഐശ്വര്യപൂർണ്ണമാകും. ഒത്തിരി കുടുംബങ്ങളിലേക്ക് അത് ഭൂമിയിലെ സ്വർഗമായിട്ട് മാറ്റാനും പറ്റും. അങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത് അല്ലേ? ദൈവസ്വഭാവം കാണിക്കുന്ന മനുഷ്യരായിട്ട് മാറും. അങ്ങനെ മാറും. കാരണം ഈ പറയല്ലേ, ഭർത്താവിനെ ദൈവത്തെ പോലെ കാണും, ഭാര്യയെ ദൈവത്തെ പോലെ, കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കാണും എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ വിലയിരുത്തലും നമ്മളും ആർജിക്കണം. അതുപോലെ തന്നെ വളരെ പ്രത്യാശയോടെ ഓരോന്നിനെ നോക്കുന്ന ഒരു ദൈവമാണ്. ഇപ്പം ഏതൻ തോട്ടത്തിൽ നിന്ന് അവർ പോയി പല പല കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ വായിച്ച് വരുമ്പോൾ ഇതെല്ലാം കാണുമെങ്കിലും എപ്പോഴും ഇത് പ്രത്യാശയുടെ വർഷം കൂടിയാണല്ലോ. അപ്പം അങ്ങനെ ഒരു ദൈവത്തെ കൂടി നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ കാണുന്നതാണ് നിരാശയുടെ നീർച്ചുഴിയിൽ പ്രതീക്ഷയുടെ മഴവിൽ വിധിക്കുന്ന ഒരു ദൈവം. എല്ലാ പ്രളയവും 40 രാവും 40 പകലും നിലയ്ക്കാത്ത പ്രളയം. അത് കഴിഞ്ഞപ്പോഴും വാനവിധാനത്തിൽ ചക്രവാള സീമയിൽ ദൈവം ഒരു മഴവില്ല് വിരിയിച്ചു. ജീവിതത്തിൻ്റെ തകർച്ചയുടെ നടുവിൽ ഒരു മഴവില്ല് കാണാൻ പഠിക്കണം. അത് ദാമ്പത്യത്തെ വീണ്ടെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ 2025 പ്രത്യാശാ വർഷം എന്ന് ഇയർ ഓഫ് ഹോപ്പ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ വർഷത്തിൽ നമ്മുടെ വാക്ക് നിരാശയുടേതാണോ പ്രതീക്ഷയുടേതാണോ? പലപ്പോഴും നമ്മുടെ വാക്കുകൾ നിരാശയുടെ വാക്കുകളാണ്. ഇനി കെട്ടിയവൻ ശരിയാകില്ല, ഇനി പെമ്പറന്നോത്തി നേരെയാവില്ല, ഇനി മക്കളെ കൊണ്ട് പറ്റിയാൽ പിന്നെ പറയുന്ന വഴിക്ക് പോവുകയല്ലേ, പോകുന്ന വഴിക്ക് അങ്ങ് വിട്ടേക്കാം പറയുന്നവരുണ്ട്. അല്ലേ പറയും പിള്ളേർ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്തിനായി, അങ്ങനെ പറയുന്ന രീതികളുണ്ട്. പക്ഷെ ആ വാക്ക് നിർത്തിയിട്ട് നമ്മുടെ ഒരു വാക്കിൽ ഒരു പ്രതീക്ഷ, സാരമില്ല, ഇത്രയും നാളെ കാത്തിരുന്നല്ലേ, ബാക്കി ദൈവം തന്നോളും, ഈ ഒരു വാക്ക് വേണം. ഒരു അമ്മായിയമ്മ മരുമകളോട് കുറിച്ച് പറയുന്നുണ്ട്, അച്ചു അവൾക്കൊരു പിണക്കമുണ്ടെങ്കിലും അവൾക്ക് സ്നേഹമുണ്ട്. അതെന്താ? ആയിരം പറയും സ്റ്റുപ്പിഡ് താങ്ക് യു എന്നും പറയുന്നുണ്ട്. ഈ താങ്ക് യു മതിയല്ലോ, സ്റ്റുപ്പിഡ് പറഞ്ഞേക്കാം. ചങ്ങനാശ്ശേരി രൂപതയുടെ വിശുദ്ധനായ മെത്രാപ്പോലിത്ത കാവാട്ട് പിതാവ്, ഇപ്പോൾ ഈ കാവാട്ട് പിതാവ് ചങ്ങനാശ്ശേരി രൂപതയെ നയിക്കുമ്പോൾ ഹൈറേഞ്ചിയിൽ നിന്ന് ഒരച്ഛൻ വന്നു. അന്ന് കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരിയൊക്കെ ഒരുമിച്ചുള്ള രൂപതയാണ്. ഒരച്ഛൻ വന്നേച്ച് എന്തോ പറഞ്ഞ് അന്നത്തെ കാലത്ത് ഒരു 250 രൂപയുടെ എന്തോ ഒരു സഹായം വേണം, കിടക്കുന്ന മുറിയുടെ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കാനോ എന്തോ ആയിട്ട്. ഇപ്പം പിതാവ് പറഞ്ഞ് ഇത്രയും വലിയ ഇടവകയുണ്ട്, കുടുംബങ്ങളുണ്ട്, അച്ഛൻ അവിടുന്ന് തന്നെ ആ പണം കണ്ടുപിടിച്ച് കാര്യം പൂർത്തിയാക്കണം, അതല്ലേ അച്ഛൻ അവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു സ്നേഹപൂർവ്വം. അപ്പോൾ ഈ അച്ഛൻ അരിശപ്പെട്ട് പറഞ്ഞു, പിതാവിന് ഫാനുണ്ട്, ഞാൻ പാള കൊണ്ടാണ് വീശുന്നത്. പിതാവിന് നല്ല കുഷിയുള്ള കട്ടിലുണ്ട്, എനിക്ക് കയറ് കെട്ടില്ല. പിതാവിന് കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, എനിക്ക് ചക്കക്കുരു സാമ്പാർ മാങ്ങായേ ഉള്ളൂ. ഇത്രയും സഹിക്കുന്ന എന്നോട് പൈസ കാര്യമെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വല്ലാതെ അരിശപ്പെടും. പിതാവ് അങ്ങനെ, പിതാവ് ഇങ്ങനെ. അപ്പം ഈ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ വേറെ അച്ഛന്മാർ പിതാവിനോട് പറഞ്ഞു, അങ്ങനെ അച്ഛന്മാർ ചൂടാകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പള്ളി കൊടുക്കണ്ട, ചുമ്മാ വൈദിക മന്ദിരത്തിൽ വന്നിരുന്ന വിശ്രമിക്കട്ടെ കുറേ നാൾ ഒരു പാഠം പഠിക്കാൻ വേണ്ടി. അപ്പോൾ കാവുകാട്ട് പിതാവ് പറയുന്നൊരു വാക്കുണ്ട്, ചങ്ങനാശ്ശേരിയിലെ അച്ഛന് എറണാകുളത്തെ മെത്രാനോട് ചൂടാകാൻ പറ്റിയാൽ സ്വന്തം രൂപത്തിലെ മെത്രാനോടേ പറ്റുള്ളൂ. എന്നൊക്കെ ചൂടായാലും പിതാവ് എന്ന് വിളിച്ചിട്ടല്ലേ ബാക്കി കാര്യമൊക്കെ പറഞ്ഞ്. ഇത് കണ്ടാൽ മതി. ജീവിതത്തിൽ അങ്ങനെ നമ്മൾ കണ്ടെത്തണം, ചില ജീവിതത്തിൽ അങ്ങനെ കണ്ടെത്തണം. എന്തെല്ലാം കുറവുണ്ടെങ്കിലും ഏതാണ്ടൊക്കെ ഒരു നന്മ, അത് മതി.
അപ്പം ഒരപ്പൻ പറഞ്ഞു മോനോട് അവസാനം, എൻ്റെ മോനെ, നിനക്ക് വേണ്ടി ഒരു സ്വത്തും ബാക്കി വെക്കാൻ പറ്റിയില്ല, ഞാൻ നിനക്ക് വേണ്ടി പിണക്കുമെന്ന് തോന്നുന്നുള്ളൂ. അപ്പം മോൻ പറഞ്ഞു, അപ്പ എന്തിനാ പിണങ്ങുന്നത്? അപ്പൻ്റെ തോളെ കുഞ്ഞുനാളിൽ എന്നെ കിടത്തിയില്ലേ, അതിനെ കയ്യിലെടുത്തോണ്ട് നടന്നില്ലേ, രോഗം വന്നപ്പോൾ എൻ്റെ തലയിൽ പനിയുണ്ടോ എന്ന് നോക്കിയില്ലേ, അത് മതി, അത് മതി, വീരമൊന്നും വേണ്ട, അത് മതി. ഇതുപോലെ ജീവിതത്തിലും പറയാൻ പറ്റണം. എന്തെല്ലാം പങ്കുവയ്ക്കൽ നടത്തിയിട്ടുണ്ട് ജീവിതത്തിൽ, അത് മതി. ദൈവം ഒരു ചിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് എൻ്റെ മനസ്സിന് കുളിർമ തന്നില്ലേ, അത് മതി. ചില നൊമ്പരങ്ങളുടെ വേദനയുടെ നടുവിലൊക്കെ ആശ്വാസം തന്നില്ലേ, അത് മതി. അപ്പം അങ്ങനെ നമ്മൾ തിന്മയുടെ കൂടാരത്തിൽ നന്മ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുമ്പം കുടുംബത്തിലെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾ ക്ഷണികമായിട്ട് തോന്നും, ശാശ്വതമല്ല, നിത്യമല്ലെന്ന് തോന്നും. ഒരു മഴവില്ലപ്പോൾ ഇവിടെ വിരിയും. തീർച്ചയായിട്ടും പ്രതീക്ഷയുടെ മഴവിൽ എന്നും വിരിക്കും. ചിലപ്പം ആ പാടെ മൂടോട്ടടിക്കുമ്പോഴല്ലേ എന്തോ നമ്മൾ നല്ല മൂട് തരുന്ന ഒരു സംഭവം തരും. തീർച്ചയായിട്ടും എല്ലാ ജീവിതത്തിലും, ഏത് ജീവിതത്തിലും അങ്ങനെ. ധർമ്മക്കാരന് പോലും അവൻ തീർന്നു എന്ന് കഴിയുമ്പോൾ ആരോ ഒരു 10 രൂപ കൊടുത്തു, അവൻ്റെ പ്രതീക്ഷയുടെ മഴവിൽ വിരി. എനിക്ക് അച്ഛന്മാരെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം പറയട്ടെ. നമ്മൾ മാതാപിതാക്കളോട് ഈ അവസാന കാലത്ത് മരിക്കാറാകുമ്പോൾ നമുക്കൊക്കെ എല്ലാ മനുഷ്യരോടുള്ള ചിന്ത, ഇനി എത്ര സ്വത്ത്, ഇനിയൊന്നും അത് വേണം ഇത് വേണം. പക്ഷേ തിരിച്ച് ഞങ്ങളെ ഒത്തിരി വളർത്തിയതല്ലേ, ഇത്ര ആക്കിയതല്ലേ, ഇത്രയൊക്കെ തന്നതല്ലേ, ഇതൊക്കെ മതി എന്ന് പറയാൻ ആർക്കൊക്കെ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇനിയൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാൻ സാധിച്ചാൽ അത് വലിയൊരു ചലഞ്ചാണ് കേട്ടോ. അതൊരു വലിയ ഒരു ചലഞ്ചാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഫീൽ വന്നു. എന്തായാലും നമ്മുടെ ഒരു പോയിൻറ്റും കൂടെ പറയാൻ ഞാനിങ്ങനെ മനസ്സിൽ വരുവാണ്. ഒത്തിരി ഉടമ്പടികളുണ്ട്. ഈ നോഹയുടെ പോലും ഈ മഴവില്ല് പോലും ഒരു ഉടമ്പടിയാണല്ലോ. അപ്പോൾ ഒരു ഉടമ്പടി ദൈവം കുടുംബവുമായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബജീവിതത്തിൻ്റെ ചിന്തിക്കുമ്പം ഈ ഉടമ്പടി നടത്തുന്ന ദൈവം എങ്ങനെയാണ് നമ്മളെ ഒന്ന് കണക്ട് ചെയ്യുന്നത്? ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പനയാണ്, ഇത് ചെയ്യുക. ഉടമ്പടി എടുത്താൽ ഉടമ്പടി പാലിച്ച് പറ്റും. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കിയോ അത്രയും കാലം അത് പാലിച്ചേ പറ്റൂ. അത് കമ്പൽസറിയാണ്, പാലിച്ചേ പറ്റുള്ളൂ. ഉടമ്പടിക്ക് അയവില്ല. അതുകൊണ്ടാണ് ക്രിസ്തു കുർബാന സ്ഥാപിച്ചവൻ പറഞ്ഞു പുതിയ ഉടമ്പടിയാണ് എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ കുർബാന അർപ്പിച്ചിരിക്കണം. ഒരാളോ 2 1000 പേർ അർപ്പിച്ചിരിക്കണം. ഉടമ്പടിയാണ്. അപ്പോൾ ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കാണ് പറയുന്നത്, കോൺട്രാക്റ്റും കവനൻറ്റ്. രാജ്യങ്ങൾ തമ്മിൽ കോൺട്രാക്റ്റ്, ദൈവവും മനുഷ്യൻ തമ്മിൽ കവനൻറ്റ്. പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ കോൺട്രാക്റ്റ്, മോശയും ദൈവവും തമ്മിൽ കവനൻറ്റ്. ക്രിസ്തീയ വിവാഹം എന്നും കവനൻ്റാണ്, ഉടമ്പടിയല്ല. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലം കൊണ്ട് തീരും. നിശ്ചിത കാലം കൊണ്ട് പറയുന്ന അത്രയും കാലമുള്ളൂ. അപ്പം മറ്റു പല സമൂഹങ്ങളിലും വിവാഹം ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ് വരിക, സിവിൽ കോൺട്രാക്റ്റ് ആയിട്ടാണ്. പക്ഷേ ക്രിസ്തു മതത്തെ സംബന്ധിച്ച് വരുമ്പോൾ കവനൻ്റാണ്. ആ കവനൻ്റ് എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് തീരുകയല്ല, നിശ്ചിത കാലമല്ല. കാരണം ക്രിസ്തു സഭയെ സ്നേഹിച്ചത് കവനൻ്റായിട്ടാണ്. മത്തായി 28:20 ലോകാവസാനം വരെ, യുഗാന്ത്യം വരെ കൂടെ ഉണ്ടായിരിക്കും. അതൊരു കവനൻ്റാണ്. അതുകൊണ്ടാണ് ആ കവനൻ്റ് ആയതുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ഉപേക്ഷ വരുന്നില്ല, ഡൈവോഴ്സ് ഇല്ല, നമുക്കൊരു സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഉടമ്പടി പാലിക്കാൻ ബാധ്യതപ്പെട്ടു. അത് നിർബന്ധമായി സ്ത്രീ പാലിച്ചേ പറ്റൂ, ഒരു പുരുഷൻ പാലിച്ചേ പറ്റൂ. അതിന് ഒരു മയമില്ല, അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല, കമ്പൽസറി ആയിട്ട് പാലിക്കുന്നതായിട്ട് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിവാഹ മോചനങ്ങളൊക്കെ വരുന്നത് സത്യത്തിൽ അത് അസാധുവാക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ? അല്ലാതെ ഒരിക്കലും വിവാഹം ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ സഭകളിൽ അതിന് വലിയ അങ്ങനെ എളുപ്പത്തിൽ കിട്ടാത്തതിന് കാരണം അതാണ്. ദൈവം ഒരാളെ തന്ന ആളുകളുടെ മരണം വരെ ആ ഒരു ചിന്തയാണ്. അല്ല, അങ്ങനെയൊക്കെ സാധിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞ പോലെ പ്രത്യാശയുടെ മഴവിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിരിയുള്ളൂ. പലതിലും നമുക്ക് ഈ തിന്മകളിൽ നന്മ കാണാനും പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ദമ്പതികൾ ഓർത്തോണം, ഒരു അടയാളം ദൈവം ഇട്ടിട്ടുണ്ട്. ഒരടയാളമുണ്ട്. അടയാളമാണ് കഴുത്തിലെ താലി, വിരലിലെ മോതിരം. അപ്പോൾ ഓർക്കണം, ഞാൻ ഉടമ്പടി ചെയ്ത പെണ്ണാണ്, ഉടമ്പടി ചെയ്ത പുരുഷനാണ്. അവിടെയല്ലേ പറയുന്നത് താലി കെട്ടിയപ്പോൾ കഴുത്തിൽ താലി ധരിക്കണം, ലോഹ കെട്ടിയ അച്ഛൻ ലോഹ ധരിക്കണം. അപ്പം ലോഹ ധരിക്കാതെ അച്ഛൻ പോയാലും
താലിധരിക്കാതെ ഭാര്യ പോയാലും അവൾ ബോർഡില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ് പോലെ ആർക്കും കൈ കാണിക്കാം, നിർത്തിക്കിട്ടും. അടയാളമുണ്ടോ പിന്നെ ആരും നോക്കത്തില്ല. കാരണം വേറൊരുത്തൻ്റെ സ്വന്തമാണ്, ഒരുത്തിയുടെ സ്വന്തമാണ്. ഇതാണ് ഉടമ്പടി. ഞാൻ ചുമ്മാ നടക്കുമ്പോഴും ഉടമ്പടിയുടെ ആളാണ്, ഓർക്കണം. ഇന്ത്യൻ അംബാസിഡർ അമേരിക്ക ചെല്ലുമ്പോൾ ഓർക്കണം, ഞാൻ അമേരിക്കക്കാരനല്ല, അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറാണ്. ഒരു രാജ്യത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പലതും പാലിക്കണം. ഉടമ്പടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കണം, കീഴ്വഴക്കങ്ങൾ പാലിക്കണം. പിന്നെ ഒറ്റയ്ക്ക് നടക്കുന്ന ആളുടെ പെരുമാറ്റം ചെയ്യാൻ പറ്റില്ല. ആ ഗൗരവം കാണിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം 3 ഉടമ്പടിയാണ് സ്ഥാപിച്ചു. ഒന്നാം ഉടമ്പടി വിവാഹ ഉടമ്പടിയാണ്. ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞ വാക്ക്, നിന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസയുടെ മാംസവുമാണ്. രണ്ടാം ഉടമ്പടി ഉൽപ്പത്തി 9 ദൈവവും നോഹയും തമ്മിൽ. മൂന്നാം ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും വിശ്വാസ പിതാവായ അബ്രഹാമും തമ്മിൽ. ഒരിക്കൽ ഉടമ്പടി പാലിച്ചോ ബാക്കി ദൈവം ചെയ്യും. അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കല്യാണത്തിന് പറയുകയല്ലേ, നിങ്ങളെല്ലാം പാലിച്ചാൽ ദൈവം നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നൽകും. ഉടമ്പടി പാലിക്കുന്നവരെ ഉടമ്പടിയുടെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും എനിക്ക് തോന്നുന്നു ഒത്തിരി കാര്യങ്ങൾ എത്ര പറഞ്ഞാലും അവസാനിക്കില്ലാത്ത ഒരു വിഷയമൊക്കെയാണിത്, ബിബ്ലിക്കൽ കാര്യങ്ങളൊക്കെ പറയുമ്പം. പക്ഷെ നമ്മുടെ സമയം തീർന്നു പോവുകയാണ് അല്ലേ. ഞങ്ങൾ പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ കേട്ട് മനസ്സിലാക്കി വരട്ടെ. ഇനിയും അടുത്ത എപ്പിസോഡുകളിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.